തുന്നീതിയതെന്നാചാര്യന്മാരും മഹിമയതെന്നയവാൻമാരും നിന്നഭിഷിക്തമുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിനെയോർത്ത് ഇപ്പോൾ എല്ലാ സമയത്തും
കിടക്കര മേഖലയുടെ തൊണ്ടവികാരിയായിരിക്കുന്ന അതിൻ്റെ ബഹുമാനപ്പെട്ട തോമസ് കല്ലുവച്ച, നിലമ്പൂർ മേഖലയുടെ തൊണ്ടവികാരിയായിരിക്കുന്ന അതിൻ്റെ ബഹുമാനപ്പെട്ട തോമസ് കാപ്രതച്ച, ഇവിടെ സന്നിധരായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹമേ, നമ്മളിവിടെ വലിയ വേദനയോടുകൂടി നമുക്ക് താങ്ങാനാകാത്ത ഭാരത്തോടുകൂടിയാണ് ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ ശനിയാഴ്ച ദിവസം ഇതേപോലെയുള്ള സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി എല്ലാ മേഖലകളിലും വളരെ സജീവമായി നിറഞ്ഞു നിന്ന നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ജോർജ് പൊക്കത്തായിരച്ചന് മരണം വഴിയായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിൻ്റെ 7ാമത് ഓർമ്മ ദിനമാണല്ലോ ഇന്ന്. ഈ ഓർമ്മ ദിനം സമുചിതമായിട്ട് ഇവിടെ ആചരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സുഗന്ധര ഇടവകയുടെ കൈക്കാരൻ ബഹുമാനപ്പെട്ട ജോസ് കുര്യാക്കോസ് അവരെ വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചു കൊടുക്കുന്നു. വന്യ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, പ്രിയമുള്ളവരെ, കഴിഞ്ഞ ശനിയാഴ്ച നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് പൊക്കത്തായിരച്ചൻ നമ്മിൽ നിന്നും വേർപിരിഞ്ഞിട്ട് 7 ദിനങ്ങൾ കടന്നുപോയിരിക്കുകയാണ്. നമ്മളുടെ തോമസ് അച്ഛൻ്റെ വേർപാടിൻ്റെ ആഘാതത്തിൽ നിന്നും ഒന്ന് പതുക്കെ മാറി വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതായ ചുങ്കത്തറ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ വേർപാട് താങ്ങാനാവാത്ത ഒന്നാണ്. കഴിഞ്ഞ 10 മാസത്തോളം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്ന് നമ്മെ നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ നമുക്കിന്നൊരു ഓർമ്മയായിരിക്കുകയാണ്. ഭൗതികമായി ശാരീരികമായി അച്ഛൻ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞുവെങ്കിലും നമുക്കുറപ്പുണ്ട്, നമുക്ക് വേണ്ടി, നമ്മുടെ ഈ പ്രദേശത്തിന് വേണ്ടി, നമ്മുടെ ഈ ഇടക്കര മേഖലയ്ക്ക്, നിലമ്പൂർ മേഖലയ്ക്ക് വേണ്ടിയൊക്കെ അച്ഛൻ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കുകയും പ്രത്യേകിച്ച് ചുങ്കത്തറ ഇടവകയുടെ ഓരോ ആവശ്യങ്ങളിലും അച്ഛൻ്റെ എല്ലാ സ്പർശനവും ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പായിരിക്കും.
സാധിക്കുന്ന കാര്യമാണ്. ഈ അവസരത്തിൽ അച്ഛനിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും കഴിഞ്ഞ 40 വർഷക്കാലം ഓരോ വ്യക്തികൾക്കും യേശുവിന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ആ വന്യ വൈദികനിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് ഈ അവസരത്തിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം ദുഃഖാർത്തരായിരിക്കുന്നതായ അച്ഛൻ്റെ മാതാപിതാക്കൾക്ക്, കുടുംബാംഗങ്ങൾക്കെല്ലാം ആശ്വാസം ലഭിക്കാനായിട്ടും നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥനയിലായിരിക്കാം. ഇന്ന് അച്ഛൻ്റെ 7ാം ചരമദിനത്തോടനുബന്ധിച്ച് ഇവിടേക്ക് കടന്നു വന്ന് പരിശുദ്ധ കുർബാനയും ധൂപപ്രാർത്ഥനയും അതുപോലൊക്കെ നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനത്തിലേക്കും കടന്നു വന്നിരിക്കുന്നത് നമ്മളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ വികാരിയായ തോമസ് കല്ലൂരച്ചൻ, നിലമ്പൂർ ഡിസ്ട്രിക്റ്റിൻ്റെ വികാരിയായിരിക്കുന്ന തോമസ് ചാപ്പർത്തച്ചൻ, മാത്യു പെരുമ്പള്ളിക്കുന്നിലച്ചൻ, ഗീവർഗീസ് മഠത്തിലച്ചൻ, തോമസ് മേനേക്കാട്ടിലച്ചൻ, തോമസ് തുണ്ടിയിലച്ചൻ, ബഹുമാനപ്പെട്ട മാതാപ്പാറയച്ചൻ, ഇവരെല്ലാം ഞാൻ ഈ ഇടവകയിലേക്ക്, ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലൊക്കെ വിവിധ DMന്റെ വിവിധ കോൺഗ്രിഗേഷനുകളിൽ നിന്ന്, ബദനി കോൺവെന്റിൽ നിന്നൊക്കെ ധാരാളം സിസ്റ്റേഴ്സ് നമ്മുടെ ഈ ദുഃഖത്തിൽ നമ്മൾക്ക് ആശ്വാസം പകരാനായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മിക്കവാറും എല്ലാ ഇടവകയിൽ നിന്നും, പ്രത്യേകിച്ച് കൈപ്പിനിയിൽ നിന്നും മൈലടംപൊട്ടിയിൽ നിന്നൊക്കെ മറ്റിടവകളിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ നമ്മളോടൊപ്പം പങ്കുചേരാനായിട്ട്, ഈ കുർബാനയിലും ധൂപപ്രാർത്ഥനയൊക്കെ പങ്കുചേരാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അനുസ്മരണ സമ്മേളനത്തിനായിട്ട് ബഹുമാനപ്പെട്ട ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായ തോമസ് കല്ലൂരച്ചനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നാമെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോർജ് മുക്കത്തായച്ചൻ്റെ 7ാം ചരമദിനത്തോടനുബന്ധിച്ചുള്ള ഈ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും നാം ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഈ ദേവാലയത്തിൽ സന്തോഷത്തോടെ ജീവിച്ച ബഹുമാനപ്പെട്ട ജോർജ് മുക്കത്തായച്ചൻ്റെ അനുസ്മരണം കൊണ്ടാടുവാൻ വേണ്ടിയാണ്. വേർപാട് ദുഃഖമുളവാക്കുന്നതാണ്, നമുക്കെല്ലാം അറിയാം. ദൈവം ലോകത്തിലേക്ക് സൃഷ്ടിച്ച ഏവനും അവിടുത്തെ സന്നിധിയിലേക്ക് തിരികെ പോകാനുള്ളതാണ്. എങ്കിലും അകാലത്തിലുള്ള വേർപാട് നമ്മളെല്ലാം ദുഃഖത്തിൽ ആഴ്ത്തുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, വളരെ കുറച്ച് നാള്, പ്രത്യേകിച്ച് ബത്തേരി രൂപതയുടെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് നിലമ്പൂർ ഇടക്കര മേഖലകളിലൊക്കെ ശുശ്രൂഷ ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധി പ്രാപിച്ച വന്യ പുരോഹിതന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട മുക്കത്തായച്ചൻ്റെ വേർപാട് ബത്തേരി രൂപതയ്ക്കും നമ്മുടെ വൈദിക ഗണത്തിനും അതുപോലെ തന്നെ ബത്തേരി രൂപതയിലെ വിവിധ മേഖലകളിലും, പ്രത്യേകിച്ച് നിലമ്പൂർ ഇടക്കര മേഖലയ്ക്കും തീരെ നഷ്ടമാണെന്ന് നമുക്കറിയാം. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് 3 മണി മുതൽ കൈപ്പിനി ഇടവക നേതൃത്വത്തിലെ ശ്രേയസിന്റെ നേതൃത്വത്തിൽ അവിടെ അച്ഛൻ്റെ അനുസ്മരണ മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. ബഹുമാനപ്പെട്ട തുടിയിലച്ഛനും ഞാനും കൂടി അവിടെ പോയി ആ മീറ്റിംഗ് സംബന്ധിച്ചതാണ്. എല്ലാവരുടെയും മനസ്സുകളിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജോർജ് മുക്കത്തായച്ചൻ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ ഒത്തിരി സ്പർശിച്ച, അല്ലെങ്കിൽ ഞാൻ അച്ഛനുമായി ഒത്തിരി ആത്മബന്ധമാണ്. വൈദിക വിദ്യാർത്ഥിയായി പഠിക്കുമ്പോൾ
അന്ന് തിരുവനന്തപുരം മനസ്സെമിനാരിയിൽ വൈസ്റക്ടറായി ശുശ്രൂഷ ചെയ്യുവാനും എനിക്കിടയായിട്ടുണ്ട്. അതിനുശേഷം 2010 ഏപ്രിൽ മാസം 10-ാം തീയതി ബഹുമാനപ്പെട്ട ജോർജ് ഭൂത്തായിലച്ചൻ വൈദികനായി അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ ഞാനാണ് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വികാരി. കേരളം വടക്കാത്തോട് ഇടവകയുടെ വികാരിയായി ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ബഹുമാനപ്പെട്ട ജോർജ് ഭൂത്തായിലച്ചൻ്റെ പട്ടം കൊടുത്തു. അതിനുശേഷം ആ കുടുംബത്തോടും അല്ലെങ്കിൽ അച്ഛനോടുമുള്ള ആത്മബന്ധം കൂടുകയും തുടർന്നുള്ള നാളുകളിൽ പ്രത്യേകിച്ച് വൈദികനായി വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്ത് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് നാളുകളായിട്ടുള്ള നിൽക്കുന്നതായി. പക്ഷേ ഈ മേഖലയിൽ ഞാൻ ആദ്യമായി വരുമ്പോൾ എൻ്റെ അടുത്ത ഇടവകയിലെ വികാരി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ജോർജ് ഭൂത്തായിലച്ചനായിരുന്നു ഉണ്ടായിരുന്നു. അന്നു മുതൽ എൻ്റെ വഴികാട്ടിയായി എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ഇടവകളിലൊക്കെ പോകുവാനും ബഹുമാനപ്പെട്ട വൈദികരെയൊക്കെ പരിചയപ്പെടുവാനും വിവിധ സ്ഥലങ്ങളിലൊക്കെ പോകുവാനും എല്ലാം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. ഈ കഴിഞ്ഞ ദിവസം ഒരു ദിവസം മുഴുവനും എൻ്റെ കൂടെ അച്ഛനോടെ ഉണ്ടായിരുന്നു. രാവിലെ വന്ന് കുർബാന കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം 5 മണി 5:30 വരെ ഞങ്ങൾ ഒന്നിച്ച് കൂടെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വേർപാട് നമുക്കറിയാം, നമുക്കെല്ലാം ദുഃഖമുളവാക്കുന്നതാണ്. അച്ഛനിലൂടെ സഭയ്ക്കും നമ്മുടെ ഇടവുകൾക്കും നമ്മുടെ മേഖലകൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും എല്ലാം ലഭ്യമായ എല്ലാ നന്മകളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ദുഃഖത്തിലായിരിക്കുന്ന അച്ഛൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഒക്കെ നമുക്ക് ഓർക്കാൻ, പ്രാർത്ഥിക്കാം. ഇനിയുള്ള നാളുകളിൽ നമുക്ക് ഒന്നു മാത്രമേ ചെയ്യുവാനുള്ളൂ. അച്ഛൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ അച്ഛനെ ഓർക്കാം. അച്ഛനോട് ലഭ്യമായ എല്ലാ നന്മകളെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ജോർജ് ഭൂത്തായിലച്ചൻ്റെ സ്മരണ എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്വഗ്രാഹ്യത്തിൽ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരു പുരോഹിതനായി തീരാം. അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. ഈ ധന്യ മുഹൂർത്തത്തിൽ ഇവിടെ ആയിരിക്കുന്ന നമുക്കെല്ലാം ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ലഭ്യമായ എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി ഇവിടെ ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് വിശുദ്ധ കുർബാനയെല്ലാം ക്രമീകരിച്ചത് ഈ ഇടവകയുടെ കൈക്കാരൻ, അതുപോലെ തന്നെ സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങളെല്ലാമാണ്. നേതൃത്വം നൽകിയ ഏവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. തുടർന്നുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് അച്ഛനെ ഓർക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസനാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. എടക്കര മേഖലയുടെ പ്രോട്ടോവികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് കല്ലൂരച്ഛൻ, പ്രിയപ്പെട്ട വൈദിക സഹോദരനെ, സിസ്റ്റേഴ്സ്, വിശ്വാസ സമൂഹമേ, കുഞ്ഞുമക്കളെ, ഏറ്റവും പ്രിയങ്കരനായിരുന്ന തോമസ് തുമ്പച്ചറയച്ചൻ്റെ ആകസ്മിക വേർപാടിൻ്റെ മുറിവുകൾ കെട്ട് അടങ്ങുന്നതിന് മുമ്പേ, ഉണങ്ങുന്നതിന് മുമ്പേ വലിയ പ്രതീക്ഷയോടെ ഒരു പുതിയ പള്ളിയുടെ സ്വപ്നങ്ങൾ കണ്ട് അതിൻ്റെ അവസാന മിനുക്കുപണികളുടെ സ്റ്റെപ്പുകൾ വയ്ക്കപ്പെടുമ്പോൾ അപ്രതീക്ഷിതമായ മറ്റൊരു ദുരന്തം കൂടി ഏറ്റുവാങ്ങേണ്ടി വന്ന ചുങ്കത്രയിലെ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, നിങ്ങളുടെ മുറിവിൻ്റെ ആഴത്തോളം ഒരു മുറിവും
ഞാൻ കണ്ടിട്ടില്ല. ഇത്രമാത്രം കരഞ്ഞ ഒരു വിശ്വാസ സമൂഹം നമുക്ക് ചുറ്റും ഇല്ലെന്നുള്ളത് സത്യമാണ്. ഒരു പള്ളി എന്ന വലിയ സ്വപ്നത്തിന് വേണ്ടിയുള്ള കഠിന പ്രയത്നങ്ങൾക്കിടയിൽ വരുന്ന ഈ ദുരന്തങ്ങളോട് ചേർത്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഏറെ തകർക്കപ്പെടുകയാണ്. ഇവിടെ ഞങ്ങൾ ഒന്നു ചേർന്ന് നിങ്ങളോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ട പൊക്കത്തായി അച്ഛൻ അങ്ങനെ പെട്ടെന്ന് അടുക്കുന്നവനല്ല. അടുത്തവർക്കൊന്നും മറക്കാനും കഴിയില്ല. ഹൃദയത്തോട് ചേർക്കപ്പെട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരിക്കലും മറക്കാത്ത ഒരു ചൈതന്യം. ഒത്തിരി അമ്മമാരെന്നോട് പറഞ്ഞു, അച്ഛൻ ഇന്ന് വരെ ഒരു രാത്രി പോലും ഉറങ്ങാനാകുന്നില്ല, അച്ഛൻ്റെ മുഖമാണ് മുമ്പിലെന്ന്. ബന്ധങ്ങൾ ഇല്ലാത്തവർക്ക് പോലും, ഒന്ന് കണ്ടിട്ടുള്ളവർക്ക് പോലും ഈ എത്രയോ രാത്രികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലും രാത്രികൾ നഷ്ടപ്പെട്ടവരാണ് ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ ഇന്ന് ഈ തല കുനിച്ച് ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. മറക്കാൻ പറ്റുന്നില്ലെന്നവർ രാത്രി കിടക്കുമ്പോൾ അച്ഛൻ്റെ മുഖമാണ് മനസ്സിലെന്ന് പറഞ്ഞു കരയുന്നവർ ഈ നിമിഷവും ഇനി എത്രയോ വിനായകങ്ങൾ മുമ്പിലുണ്ടാവും. ഒരു അസാധാരണ വ്യക്തിത്വങ്ങളെയൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണല്ലോ എന്നോർക്കുമ്പോൾ രൂപത ഒത്തിരി വേദനിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഞങ്ങളും ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. പട്ടം കിട്ടി ആദ്യമായി ഏനാഞ്ചി ചോക്കാട് ഇടവകയിലേക്കാണ് അച്ഛൻ വരുന്നത്. അച്ഛൻ അവിടെ ഒത്തിരി കാണുന്നതൊക്കെയും പള്ളിക്കുള്ളി ചെയ്തത് പൊക്കത്തായി അച്ഛനെയാണ്. അവിടെ ചോക്കാട് ഇടവകയെ സംബന്ധിച്ച് കാണുന്നതൊക്കെയും അച്ഛൻ ഈ കഴിഞ്ഞ ദിവസം പട്ടവും നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അച്ഛൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അവിടുത്തെ മുൻ വികാരിമാരെ ഓരോരുത്തരെ പള്ളിയിലേക്ക് ക്ഷണിക്കണമെന്നുണ്ട്. അച്ഛനെയാണ് ഈ പട്ടമൊക്കെ കഴിഞ്ഞ് ജനുവരിയിൽ ആദ്യത്തെ ഒരു 3 ആഴ്ചക്കുള്ളിൽ അച്ഛൻ അങ്ങോട്ട് വരികയും ഞാൻ ഇങ്ങോട്ട് വരികയും ചെയ്യാം. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറുകയും ചെയ്യാം. അച്ഛനെ ഫ്രീ ആയിട്ട് എല്ലാവരും ഒന്ന് കാണുകയും ചെയ്യാം. നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ള സ്വപ്നങ്ങളിൽ പൊഴിഞ്ഞുപോയ അതേ ദുഃഖങ്ങളിൽ തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒത്തിരി സ്വപ്നങ്ങളോടെ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ച് ആ പൂർത്തിയാകപ്പെടാത്ത സ്വപ്നങ്ങളോടും നമ്മുടെ പൂർത്തിയാകാത്ത സ്വപ്നങ്ങളോടും കൂടി അച്ഛൻ നമ്മിൽ നിന്ന് യാത്രയായപ്പോൾ നമുക്ക് നികത്താനാവാത്ത ആ വലിയ വിടവ് അത് വാക്കുകൾക്ക് അതീതമാണ്. അത് ഒരിക്കലും വിവരിക്കാനാവാത്തതാണ്, പറഞ്ഞാൽ പൂർത്തിയാക്കാനാവാത്തതാണ്. എങ്കിലും നമ്മുടെ പ്രാർത്ഥനകളിൽ അച്ഛൻ്റെ ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വീണ്ടും വേദനിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇനിയൊരു പുരോഹിതൻ നമ്മുടെ മുമ്പിൽ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കാനേ നമുക്കാവും. കാരണം ഇതൊക്കെ താങ്ങാൻ നമുക്കാകുന്നില്ല. പാലാങ്കര പള്ളിയിൽ കുർബാനയ്ക്ക് മധ്യേ സുവിശേഷ പ്രസംഗത്തിൻ്റെ തുടക്കം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പ്രസംഗം നിർത്തിച്ചിട്ട് ഒരാൾ പറഞ്ഞു, അച്ഛാ പൊക്കത്തയ്യച്ചൻ മരിച്ചെന്നൊരു ന്യൂസ് എന്ന്. ഞാൻ പറഞ്ഞു, ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കി, ആരെങ്കിലും ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി. 1 മിനിറ്റ് ഞാൻ നിർത്തി. അത് ഉറപ്പാണെന്ന് ആരുടെയൊക്കെ മെസ്സേജ് വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രസംഗം നിർത്തി. ഒത്തിരി എൻ്റെ പ്രിയപ്പെട്ടവർ മരിച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ട കൂട്ടുകാർ മരിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പനും മരിച്ചു പോയവൻ കൂട്ടത്തിലുള്ളതാണ്. പക്ഷെ എൻ്റെ അപ്പൻ മരിച്ചിട്ട് പോലും എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോയിട്ടില്ല. പല മരണങ്ങൾ കണ്ടിട്ടും ഒരിക്കലും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പോകാത്ത ഞാൻ പലരോട് പറഞ്ഞു, എന്താണ് ഒരു കണ്ണുനീര് ഒരു മരണം പോലും എൻ്റെ കണ്ണിനെ വേദനിപ്പിക്കാത്തത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പൻ മരിച്ചിട്ടും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പോകാത്തത് എന്ത് ഞാൻ ഇങ്ങനെ. പ്രിയപ്പെട്ട പൊക്കത്തായി അച്ഛൻ്റെ മരണമാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മരണത്തിൻ്റെ കണ്ണുനീര് കണ്ണുകളിലൂടെ ഇടർന്നു വിടുന്നത്. പാലാങ്കര പള്ളിയിലെ കുർബാന കണ്ണുനീരോടുകൂടിയാണ്, ഒത്തിരി സമയമെടുത്താണ് പൂർത്തിയാക്കിയത്. ചോക്കാടും ജീവിതത്തിൽ ആദ്യമായി, വളരെ സത്യമാണ് ഞാൻ പറഞ്ഞത്, ആദ്യമായി ഒരു മരണം എന്നെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്
അത് പൊക്കത്തായി അച്ഛൻ്റെ മരണം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ കാട്ടിലും എൻ്റെ ഹൃദയത്തെ അച്ഛൻ സ്വാധീനിച്ചിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ കരയാൻ സാധ്യതയില്ല. കരഞ്ഞിട്ടില്ല, പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ പോലും ഞാൻ കരഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കതീതമായി നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടിയ പ്രിയപ്പെട്ട പൊക്കത്തായി അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ വലിയ സ്വപ്നപൂർത്തീകരണമായ ഞങ്ങളുടെ ദേവാലയത്തെ പൂർത്തീകരിക്കുവാൻ പ്രിയപ്പെട്ട ചെറിയച്ഛൻ്റെ ആത്മാവും പൊക്കത്തയ്യച്ഛൻ്റെ ആത്മാവും ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളെയും പുനഃതമ്പുരാൻ സുഖപ്പെടുത്തട്ടെ, സൗഖ്യം നൽകട്ടെ. മറ്റൊരു മുറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. വീണ്ടും വിശ്വാസത്തിൽ ബലപ്പെട്ട് ശക്തിപ്പെട്ട് ധീരതയോടെ പുനഃതമ്പുരാനെ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി വിശ്വാസപൂർവ്വം മുന്നോട്ട് പോകാൻ നമുക്കിടയാകട്ടെ. പ്രിയപ്പെട്ട പൊക്കത്തയ്യച്ഛൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടുള്ളതായ നമ്മുടെ ബന്ധം കാത്തു സൂക്ഷിക്കാം. വേദനിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സർവശക്തനായ സുഖപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരുടെയും കണ്ണുനീർ തുടച്ച് ആശ്വാസത്തിന് പനിമഞ്ഞുകൊണ്ട് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹവാൻപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റർ, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജോസേനോട് പറഞ്ഞാണ് ഞാൻ പറയില്ല എന്നെനിക്ക് പറയാൻ കിട്ടില്ല എന്ന്. കാരണം കഴിഞ്ഞ ആഴ്ച ഈ സമയം ഞങ്ങളോടൊപ്പം ഇരുന്ന് കുഞ്ഞോടിച്ചിട്ട് സന്തോഷത്തോടെ പിന്നെ അച്ഛനെ പിറ്റേ ദിവസം മരണത്തോടെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നോ ആരോട് എന്ത് പറയണമെന്നോ ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇപ്പോഴും മനസ്സിൽ ആ വീണ്ടും കിടക്കുകയാണ്. ഈ സമയം അച്ഛനെ ഞങ്ങൾക്ക് സ്വന്തം ഒരു ആങ്ങളെ പോലെ എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്നുകൊണ്ട് 10 മാസമായി ഈ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് ഇതുവരെയും മുഷിഞ്ഞോ വിഷമിച്ചോ ഒരു വാക്ക് ഞങ്ങൾക്ക് സംസാരിക്കേണ്ടതായി വന്നിട്ടില്ല. പള്ളിയിലായാലും മഠത്തിലായാലും ഏറ്റവും സന്തോഷത്തോടെ ആയിരുന്നു ഈ 10 മാസവും ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. എനിക്ക് ഈ സമയം അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അൾത്താരയിൽ സംഗീതരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യവും പ്രിയങ്കരമായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ഞായറാഴ്ച 17-ാം തീയതി പൊൻപ്രഭാതം പൊട്ടിവിടുന്നത് ഒരു ദുഃഖവാർത്തയുമായിട്ടാണ്. നമുക്കറിയാം, നാം ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, നമ്മെ ഏറെ സ്നേഹിക്കുകയും ചെയ്യുന്ന പുരോഹിത ശ്രേഷ്ഠൻ്റെ ദുഃഖവാർത്തയെ അറിഞ്ഞാണ് നമ്മൾ പലരും ഉണർന്നത്. നനച്ചിരിക്കാത്ത സമയത്ത് പെയ്യുന്ന മഴയും ഇടിവാളും കാറ്റുമെല്ലാം നമുക്കിപ്പോൾ സുപരിചിതമാണ്. എന്നാൽ നട്ടുച്ചയ്ക്ക് തെളിഞ്ഞ ആകാശവിധാനത്തിൽ ഒരു സ്വിച്ചിട്ടാൽ ഇരുട്ടാകുന്ന ഒരു അനുഭവമായിരുന്നു അച്ഛൻ്റെ വേർപാട്. നമ്മളെല്ലാവരും ഒരു സങ്കടക്കടലിലാണ് ആയിരിക്കുന്നത്. ഓർമ്മയിൽ തെളിയുന്നത് ഒരു കാൽവരിയാണ്. അവിടെ കുരിശൻ ചുവട്ടിൽ പ്രാർത്ഥിക്കുന്ന അമ്മ, അൾത്താരയിൽ തൻ്റെ ബാല്യകാലത്ത് യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ ശിമയോൻ മറിയത്തോട് പറയുകയുണ്ടായി, ഒരു വാൾ നിന്റെ ഹൃദയത്തിൽ തളച്ചു കയറുമെന്ന്. ആ ഒരു അനുഭവമാണ് നമ്മുടെ പലരുടെയും ഹൃദയത്തിൽ. ഒരു വാള് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ തറച്ചു കയറിയിരിക്കുകയാണ്. ആ വാള് ഉണ്ടാക്കിയ മുറിവുകൾ വളരെ വലുതാണ്. അതിൽ നിന്ന് ഇതുവരെ ആരും വിമുക്തരായിട്ടില്ല. ഞാൻ ഏകദേശം ഒരു 8 വർഷത്തോളമായി പല ഇൻക്വസ്റ്റുകൾക്കും
PM-നും എല്ലാം കൂടെ കയറിയിട്ടുണ്ട്. ധൈര്യം സംഭരിച്ചാണ് പലപ്പോഴും ഡ്യൂട്ടി ചെയ്തിട്ടുള്ളത്. അന്ന് രാവിലെ അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ് ഈ അങ്കണത്തിൽ പ്രവേശിച്ച അച്ഛനെ കാണുമ്പോൾ അച്ഛൻ്റെ ശരീരം സാവുചാരുകളെ ചേർന്ന് പുറത്തു വിടർത്തുകയാണ്. ഒരു നിമിഷം എന്താണെന്നറിയില്ല, ഒരു നിശ്ചലമായിരുന്നു. അച്ഛൻ 1 വർഷത്തോളമായി ഞങ്ങളുടെ കൊച്ചിടയിലേക്ക് കടന്നു വന്നിട്ട് ഒരു അൽത്താര ശുശ്രൂഷ എന്ന നിലയിൽ അച്ഛനോട് കൂടെ ധാരാളം ബലിയർപ്പിക്കുവാനും കുറേ സമയം അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുവാനും കുറേ യാത്രകളിൽ അച്ഛൻ്റെ കൂടെ പോകുവാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അച്ഛനെക്കുറിച്ച് സ്മരിക്കുമ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് അച്ഛൻ ഏറ്റെടുത്ത കാര്യങ്ങളുള്ള അച്ഛൻ്റെ പ്രതിബദ്ധതയും അർപ്പണ ബോധവുമാണ്. അച്ഛൻ എന്ത് കാര്യം ഏറ്റെടുത്തുവാലും അത് എത്രമാത്രം അതിന് പൂർണ്ണതയിൽ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അത്ര നന്നായിട്ട് അച്ഛൻ ചെയ്യുമായിരുന്നു. മുമ്പ് പ്രസംഗിച്ച ചാപ്രത്തച്ഛൻ സൂചിച്ചതുപോലെ അച്ഛൻ അടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അച്ഛൻ അടുത്തു കഴിഞ്ഞാൽ അച്ഛൻ്റെ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് വിലമതിക്കാനാവാതെയാണ്. ഞാൻ അധികം ദീർഘിക്കുന്നില്ല. ഇനിയും കുറേ ആളുകൾക്ക് അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കാനുണ്ട്. ഒരു ദീർഘമായ ഭാഷണത്തിന് പ്രസക്തിയില്ല. അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് പ്രോട്ടോവികാരിയൊക്കെ സൂചിച്ചതുപോലെ അച്ഛൻ്റെ വേർപാട് നമ്മുടെ രൂപതയ്ക്കും സഭയ്ക്കും സമൂഹത്തിനും നമ്മുടെ ഇടവ മക്കൾക്കെല്ലാം ഒരു തീരാ നഷ്ടം തന്നെയാണ്. നമുക്ക് ഇനിയും ചെയ്യാനുള്ളത് അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി എന്നുകൊണ്ട് കൈപ്പിന്നിടവ മക്കളുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. നന്ദിയുടെ ഒരു വാക്ക്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ പൊക്കത്തായച്ചൻ്റെ ഓർമ്മ കുർബാനയിലും ധൂപപ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 6 മണിക്കാണ് ഈ വാർത്ത നമ്മളുടെ ചെവികളിൽ എത്തുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് വന്ന വിശ്വാസികളെല്ലാം ഓടിക്കൂടി. ഉടൻ തന്നെ പരസ്പരം നമ്മുടെ സമീപത്തുള്ള വൈദികരെ വിളിച്ച് വിവരമറിയിച്ചു. ഉടൻ ആദ്യം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രോട്ടോവികാരി തോമസ് കല്ലൂരച്ചൻ ഓടി വന്ന് ജോസ്നാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആ ഒരു രംഗം ഇപ്പോഴും ഞാൻ ഓർത്തു പോവുകയാണ്. തുടർന്ന് മേനേക്കാട്ടിലച്ഛനും തുണ്ടിയിലച്ഛനും ഒക്കെ നമ്മുടെ അച്ഛൻ്റെ കെട്ടിടത്തിലേക്ക് കടന്ന് ചാപ്രത്തച്ഛന് ഒക്കെ നമുക്ക് കടന്നു വന്നു. അതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂരിൽ നിന്ന് ഉടൻ തന്നെ പെരുമ്പള്ളിക്കുന്നിലച്ഛൻ കടന്നു വന്നു. എല്ലാവരും വന്ന് അടുത്തത് എന്തായി എന്നുള്ള വലിയ ഒരു ചോദ്യചിഹ്നത്തിൽ അന്താളിച്ച് അമ്പരന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. ഉടൻ തന്നെ അച്ഛനെ നമ്മളാണെങ്കിൽ ആംബുലൻസ് വരുത്തി മർത്തമ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് ECG മറ്റ് പ്രഥമ ശുശ്രൂഷകളുമൊക്കെ നൽകി അച്ഛൻ മരണപ്പെട്ടു എന്ന വാർത്ത ഡോക്ടേഴ്സ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു. ആ നിമിഷം മുതൽ നമ്മുടെ മുഴുവൻ വൈദിക ശ്രേഷ്ഠരും, നമ്മുടെ ബഹുമാനപ്പെട്ട ചാപ്രത്തച്ഛന്, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗീവറീസ് മഠത്തിലച്ഛന്, നമ്മുടെ പ്രിയപ്പെട്ട തുണ്ടയിലച്ഛന്, നമ്മുടെ പ്രിയപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ, അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ സന്നിധനായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ചാപ്രത്തച്ഛൻ, പെരുമ്പള്ളിക്കുന്നിലച്ഛൻ, മേനേക്കാട്ടിലച്ഛൻ, ഈ വൈദിക ശ്രേഷ്ഠരോടുള്ള വലിയ സ്നേഹവും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ്. മറ്റൊന്നുമല്ല,
ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ മരണം കഴിഞ്ഞ് അതിൻ്റെ ആ വേർപാടിൻ്റെ ദുഃഖം തീരുന്നതിന് മുൻപ് വലിയ പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വന്ന പൊക്കത്തായിലച്ഛന് അഭിമന്യ പിതാവ് ചുങ്കത്തറയിൽ പള്ളിപണിയുണ്ട് എന്നതുകൊണ്ട് പല വൈദികരോടും ചുങ്കത്തറയിലെ വികാരിയാകുവാൻ ആവശ്യപ്പെട്ടു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്രയും വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണ് ഒരു ദേവാലയ നിർമ്മാണം എന്ന് പറയുന്നത്. പക്ഷേ അഭിമന്യ പിതാവിൻ്റെ വാക്കുകൾ ശിരസ വഹിച്ചുകൊണ്ട്, അതായത് അധികാരികൾ പറയുന്നതിന് ഒരു മറുപടിയും പറയാത്ത ഒരു വൈദികനായിരുന്നു പൊക്കത്തായിലച്ഛന് എന്ന് യാതൊരു സംശയമില്ല. നിഷ്കളങ്കമായ ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. ഒരു മനുഷ്യനോടും ഒരു കമ്മിറ്റി കൂടുമ്പോൾ തന്നെ വിവിധങ്ങളായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ കമ്മിറ്റിക്കാർ തന്നെ പറഞ്ഞു തീർക്കുക എന്നുള്ള ഒരു നിലപാടായിരുന്നു അച്ഛനെടുത്തിരുന്നത്. അച്ഛൻ ആരെയും വേദനിപ്പിക്കുവാനോ അല്ലെങ്കിൽ വെറുപ്പിക്കുവാനോ അച്ഛനെ കൊണ്ട് സാധിച്ചിരുന്നില്ല. നമ്മുടെ വലിയ പ്രതീക്ഷയോടുകൂടി കടന്നു വന്ന പൊക്കത്തായിലച്ഛന് ദേവാലയ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാൻ സാധിച്ചില്ല. പക്ഷേ നമുക്ക് സമാശ്വസിക്കാം. സ്വർഗത്തിലിരുന്നുകൊണ്ട് 2 വൈദിക ശ്രേഷ്ഠർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. ഈ 2 വൈദികരും സ്വർഗത്തിലാണ് എന്നതിന് നമുക്ക് യാതൊരു സംശയത്തിനും ഇടയില്ല. തീർച്ചയായിട്ടും അവരുടെ മാധ്യസ്ഥം നമുക്ക് ബലമായിരിക്കട്ടെ, നമ്മുടെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തുണയായിരിക്കട്ടെ. അതുപോലെ തന്നെ നമുക്കറിയാം ചുങ്കത്തറ ഇടവകയിലെ കൈക്കാരൻ ടോസ്റ്റാന് കുടുംബമായിട്ടാണ് രാവിലെ ഈ വാർത്ത. അവരാണ് അച്ഛൻ്റെ റൂം ചവിട്ടിപ്പൊളിച്ച സിസ്റ്ററും അയൽവാസികളും കൂടിയാണ് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയത്. ഈ ഒരു വലിയ താങ്ങാനാകാത്ത വിഷമം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ബാക്കിയുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകുവാൻ നമ്മുടെ ഇടവക കൈക്കാരന് സാധിച്ചു എന്നുള്ളൊരു സന്തോഷവും ഒരു കൃതജ്ഞതയും ഇപ്പോൾ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമുക്കറിയാം നമ്മുടെ തോമസ് അച്ഛൻ്റെ മരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു മരണമാണ്. ആശുപത്രിയിലെ 2-3 ദിവസമായിരുന്നു അച്ഛൻ്റെ മരണം പ്രതീക്ഷിച്ച് അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ ഇത് നമുക്കറിയാം സെക്കൻഡുകൾ കൊണ്ട് അച്ഛൻ മരിച്ചു, ആ വാർത്ത സ്ഥിരീകരിച്ചു. പെട്ടെന്ന് എല്ലാം ദൈവം തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ധൈര്യം നൽകിക്കൊണ്ട് ശക്തി നൽകിക്കൊണ്ട് ഒരു ക്രമീകരണത്തിനും കുറവില്ലാതെ വളരെ മനോഹരമായ രീതിയിൽ അച്ഛൻ്റെ ഭൗതിക ശരീരം ഇവിടെ നമുക്ക് എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുവാൻ ഈ ചുങ്കത്തറ ഇടവകയ്ക്ക് സാധിച്ചു എന്നതിൽ അഭിമാനത്തോടുകൂടി ഈ അവസരത്തിലൂടെ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം 3 മണിക്കൂറാണ് ഇവിടെ പൊതുദർശനത്തിന് നമുക്ക് അവസരം കിട്ടിയത്. ആ 3 മണിക്കൂർ കൊണ്ട് ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തിയത്. ആ ക്യൂ ഇവിടുന്ന് നീണ്ടിട്ട് നമ്മുടെ മെയിൻ റോഡിൽ പോലും ആ ക്യൂ എത്തിയ ഒരു സാഹചര്യമാണ് ആ നട്ടുച്ചയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള നമ്മുടെ വിവിധങ്ങളായ ക്രൈസ്തവ ദേവാലയ വിശ്വാസികൾ, അതേപോലെ തന്നെ അക്രൈസ്തവരായ ധാരാളം ആൾക്കാർ, പ്രത്യേകിച്ച് ശ്രേയസ്സുമായി ബന്ധപ്പെട്ട് ആ വിവിധ മേഖലകളിലുള്ള ജനങ്ങൾ ഒക്കെ കടന്നു വന്നിരുന്നു. അവരെ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഈ നന്ദിയോടുകൂടി സ്മരിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും, പ്രത്യേകിച്ച് മാതൃസമാജം അവരുടെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിർവഹിക്കുന്നു. യുവജന സുഹൃത്തുക്കൾ പന്തലും മറ്റ് ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊരു എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഇവിടുത്തെ മുഴുവൻ മെഷീനറികൾ പ്രവർത്തിച്ചത് എന്നതിലുള്ള ഒരു സന്തോഷം എല്ലാ ഇടവകയിലെ മുഴുവൻ ജനങ്ങളോടും, പ്രത്യേകിച്ച് മുഴുവൻ കമ്മിറ്റിക്കാരോടും മുഴുവൻ പേരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഓർക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ ക്രിസ്റ്റീന സിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചു, ഒരു സഹോദര തുല്യം, ഒരു സഹോദരികൾ എങ്ങനെ ഇടപെടുന്നു അതേപോലെ തന്നെ അച്ഛൻ ഇളയ ഒരു സഹോദരൻ എന്ന നിലയിലും അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ ഒരു മൂത്ത സഹോദരി എന്ന നിലയിലും ബഹുമാനപ്പെട്ട സിസ്റ്ററെ കാണുകയും എല്ലാ കാര്യങ്ങളും ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുകയും ശാസിക്കേണ്ട സമയത്ത് ശാസിക്കുകയും പ്രോത്സാഹിപ്പിക്കേണ്ട സമയത്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു സിസ്റ്ററാണ് ബഹുമാനപ്പെട്ട ക്രിസ്റ്റീന സിസ്റ്റർ. ക്രിസ്റ്റീന സിസ്റ്ററുടെ വിഷമം താങ്ങാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. ക്രിസ്റ്റീന സിസ്റ്റർ ഈ അവസരത്തിൽ വളരെ നന്ദിയോടുകൂടി ഓർക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾക്കറിയാം നമ്മുടെ ചുങ്കത്തറ ദേവാലയത്തിൽ പോലെ തന്നെ അച്ഛൻ അവസാന കാലഘട്ടങ്ങളിൽ ശുശ്രൂഷ ചെയ്ത ദേവാലയമാണ് കൈപ്പിനി ദേവാലയം. നമ്മളെപ്പോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ അച്ഛൻ്റെ എല്ലാ മേഖലകളിലും കൈപ്പിനി ഇടവകയ്ക്കുമുണ്ട്. ആ ഇടവകയിലെ ജനങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട ടോമി കല്ലറയ്ക്കലാണ് അവിടുത്തെ കൈക്കാരൻ. ടോമിച്ചാന്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ കമ്മിറ്റി അംഗങ്ങളും അതേപോലെ കൈപ്പിനിയിലെ മുഴുവൻ വിശ്വാസികളും ഇപ്പോൾ ഇവിടെ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ച അലക്സ് കല്ലറയ്ക്കൽ സഹിതം ബിലു സഹിതമുള്ള എല്ലാവരും
ഇവിടെ എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകുകയും വളരെ ഭംഗിയായിട്ട് ഈ ശവസംസ്കാര ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിന് വേണ്ടി അവരാൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തു. കൈപ്പിനിയുടെ ഇടവകയോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട പൊക്കത്താരച്ചൻ്റെ കുടുംബം ത്തിലുള്ള എല്ലാവരെയും, മാതാപിതാക്കളെ, സഹോദരന് എല്ലാവരെയും വളരെ നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മണനേൽ കുടുംബത്തിൽ നിന്നും വളരെ പ്രായാധിക്യത്തിൻ്റെ വലിയ അസ്വസ്ഥത ഉണ്ടായിട്ട് പോലും നമ്മുടെ ബഹുമാനപ്പെട്ട മണലേലച്ചൻ്റെ അപ്പച്ചൻ സഹിതം ഇവിടെ ഇന്ന് സന്നിഹിതനാണ്. തീർച്ചയായിട്ടും മണലേലച്ചൻ്റെ അപ്പച്ചനെയും അതേപോലെയുള്ള മണലേൽ കുടുംബത്തെയും പൊക്കത്തായി കുടുംബത്തിലുള്ള എല്ലാവർക്കുമുള്ള ഈ ചുങ്കത്ര ഇടവകയുടെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങളെല്ലാവരും അതിൻ്റെ കഴിഞ്ഞ ഞായറാഴ്ച വളരെ ത്യാഗത്തോടുകൂടി ഇവിടെ ആയിരുന്നു. അതിൻ്റെ പ്രാതിനിധ്യ സ്വഭാവത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഇവിടെ വളരെ സ്നേഹത്തോടും നന്ദിയോടുകൂടി അനുസ്മരിച്ചു കൊള്ളട്ടെ. അതുപോലെ തന്നെ നമ്മുടെ അൾത്താര ശുശ്രൂഷകർ അച്ഛനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നിരുന്നതും അച്ഛൻ പലപ്പോഴും അവരെ ശാസിക്കുകയും അവരെ ശിക്ഷിക്കുകയും, പക്ഷേ അതവരുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറിയിട്ടുണ്ട് എന്നതിന് യാതൊരു സംശയമില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ അൾത്താര ശുശ്രൂഷകരുടെ ആ ഒരു രീതിയിൽ നിന്നൊക്കെ വലിയ മാറ്റം, വലിയ കൃത്യനിഷ്ഠത, അതായത് കൃത്യം 6:30 ദേവാലയത്തിൽ പ്രഭാത നമസ്കാരത്തിന് വരണം എന്നുള്ളത് അച്ഛൻ്റെ വളരെ കൃത്യമായിട്ട് അച്ഛനത് അൾത്താര ശുശ്രൂഷകരെയും സൺഡേ സ്കൂൾ കുട്ടികളെയും ഉത്ബോധിപ്പിച്ചിരുന്നു. അത് അച്ഛനും പ്രതി നമ്മുടെ അൾത്താര ശുശ്രൂഷകർ വെളുപ്പിനെ 6:30 തന്നെ, 6:30 മുൻപ് തന്നെ ദേവാലയത്തിൽ കടന്നു വരുന്നതിന് അൾത്താര ശുശ്രൂഷകരെ പ്രേരിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ ഒരു ദൈവിക ആഭിമുഖ്യത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുവാൻ ബഹുമാനപ്പെട്ട പൊക്കത്തായിലത്തിന് സാധിച്ചിട്ടുണ്ട്. അൾത്താര ശുശ്രൂഷകരെ എല്ലാ കുഞ്ഞുങ്ങളെയും വളരെ നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഓർക്കട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഇവിടെ സമാപന ആശീർവാദത്തിന് ശേഷം നെയ്യപ്പവും കാപ്പിയും ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമേ വിശ്വാസികൾ കടന്നു പോകാവൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.